Magic, magic morning. Magic morning. Magic morning. ഓക്കെ, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? മാജിക് മോർണിംഗ്. ഇന്നലെ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു അല്ലെ? ഇന്ന് മഴ ഉണ്ടാവും? എന്താരും ഒന്നും പറയാത്തത്? ഞങ്ങൾക്ക് മഴയില്ല. അവിടെ ചെറിയ ഓക്കെ, അപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്, നിങ്ങൾക്കറിയാം നമ്മുടെ സേഫ് സാറ്റർഡേ സെഷൻ ആയിരിക്കും. യെസ്, ഓക്കെ. ഇത്ര 20% ആയിട്ട് നമുക്കിപ്പം വിഷസ് അറിയിച്ചിട്ടുള്ളത് കുറച്ച് പേരാണല്ലോ. ബാക്കിയുള്ളവർ എന്താണ്, ഇവിടെ ഇല്ലേ? മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടില്ലേ? എല്ലാരും മെഡിറ്റേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സിൽ കോമെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഞാനൊന്ന് സാറിന് കണക്ട് ആക്കട്ടെ. ഓക്കെ, അപ്പം സേഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ആണ് ടോപ്പിക് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? യെസ്, ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സാർ, പ്ലീസ് വെൽക്കം. Thank you. Good morning, all of you. Good morning, sir. Morning, sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. നമ്മളെ കൗണ്ട് നോക്കുമ്പോൾ വളരെ കൂടുതലാണല്ലോ. ഓക്കെ, എനിവേ, പിന്നെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏൾ നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റേഡിയോ സ്പീക്കർ ഉണ്ടായിരുന്നു. ഓഥറാണ്. ഓക്കെ, അദ്ദേഹം ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റിംഗ് നടത്തി. ഓക്കെ, അതിപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും പക്ഷേ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. റീസെൻറ്റ് ഡേയ്സിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ സ്വാധീനം ചെലുത്തുന്ന ഒരു പോഡ്കാസ്റ്റും കൂടെയാണ്. ഞാനൊരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ആ പോഡ്കാസ്റ്റ് ഡെയിലി കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി കേൾക്കുമ്പോൾ തോറും നമുക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഡീൻ ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നാണ് അതിനെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ, ഏൾ നൈറ്റിംഗേൽ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, അദ്ദേഹം 1921 മുതൽ 1989 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. 56 അദ്ദേഹം ഈ റെക്കോർഡിങ് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, വിചിത്രമായ രഹസ്യം എന്ന് പറയുന്ന ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് മോട്ടിവേഷൻ ഓഡിയോ വിടുന്നത്. അന്നേരം ആളുകൾക്ക് അത് ഒരു അങ്ങനത്തെ ഒരു മോട്ടിവേഷനെ കുറിച്ചൊന്നും പരിചയമില്ലാത്തൊരു സമയത്താണ് ഇതിന്. അത് ഏകദേശം അന്ന് ഒരു ഗോൾഡൻ റെക്കോർഡ് ഇട്ടു എന്നുള്ളതാണ്. ഏകദേശം 1 മില്യൺ ഓഫ് കോപ്പീസ് അന്ന് എന്ത് ചെയ്തു, വിറ്റുപോയി. ഓക്കെ, അതാണ് അതിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. പക്ഷെ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന രീതി വളരെ രസകരമാണ്. ഓക്കെ, നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്
അദ്ദേഹം അത് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം പറ്റുകയാണെങ്കിൽ ഒരു ലീഡേഴ്സ് മീറ്റ് നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലീഡേഴ്സ് മീറ്റ് എന്ത് ചെയ്യുക, വെക്കാൻ ശ്രമിക്കുക ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് വെക്കുന്നത്. സ്ട്രേഞ്ചസ്റ്റ് ക്രിക്കറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഷെയർ ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ ഷെയറിങ് കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടോ? യെസ് സർ. ഇതിന്റെ ഫസ്റ്റത്തെ കാര്യം, സെൻട്രൽ പ്രിൻസിപ്പിൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാട്ട് വി ബിക്കം വാട്ട് വി തിങ്ക് എന്നുള്ളതാണ്. അതിന്റെ ശേഷം ആ ഒരു ടോപ്പിക്കിന് ശേഷം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സക്സസിനെ കുറിച്ചിട്ടാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സക്സസ് എന്ന് പറയുന്നത് എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള സക്സസ് എന്ന് പറയാം, നിങ്ങളുടെ ഒപ്പീനിയനുള്ള സക്സസ് ആർക്കും പറയാം. എന്താണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ? നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു നമ്മൾ നേടിയെടുക്കുന്ന നമ്മളുടെ അച്ചീവ്മെന്റ്സ്. നമ്മൾ നേടിയെടുക്കുന്ന അച്ചീവ്മെന്റ്സ് എന്നാണ് സിന്ധു മാം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ വേറെ ആൾക്കൊന്നും പറയില്ല. പ്രസന്റിൽ ജീവിക്കാൻ കഴിയുന്നതൊരു വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട് സാർ. പ്രസന്റിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. പ്രസന്റിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, വേറെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഷൈനിമേം പറഞ്ഞിട്ടുണ്ട്, അതൊരു സക്സസ് ആയിട്ടാണ് കാണുന്നത്. പറയാം പുരോഗതിയിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ നല്ല പുരോഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വോയിസ് ക്ലിയർ ആവുന്നില്ല നൗഫലിന്റെ. നമ്മളുടെ ഗോളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ഗോളിലേക്ക് എത്തിച്ചേരുന്നതിന് സക്സസ് എന്ന് പറയാം. ഇദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചാൽ സക്സസ് ആയിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയാം. ഓക്കെ, ശരി, നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇത് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഈ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ദ സ്ട്രാക്ക് റിയാലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ എന്നാണ്. ഓക്കെ, സക്സസിന്റെയും ഫെയിലിയറിന്റെ ഇടയിലുള്ള ഒരു വലിയൊരു രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു സത്യം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അത് വെളിപ്പെടുത്തുന്നത് വെച്ചാൽ ഒരു 100 മനുഷ്യന്മാരെ നമ്മൾ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ 25ാമത്തെ വയസ്സിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ സക്സസ് ആവണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലൈഫിൽ വലിയ ആഗ്രഹങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു 25ാമത്തെ വയസ്സിൽ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാവും. അദ്ദേഹം പറയാണ് 7 വയസ്സിലൊരാൾ എന്ത് ചെയ്യും, വായിക്കാൻ പഠിക്കും. 25 വയസ്സിൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങും. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ജീവിക്കുന്നതിന് അദ്ദേഹം ഒരു കാരണമായി തീരും. അങ്ങനെ എല്ലാ ആളുകൾക്കും ഒരു 25 വയസ്സുള്ള ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 25 വയസ്സിലത്തെ ആളുകളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഇഷ്ടം പോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർക്ക് വലിയ പൈസക്കാരാവണം, വലിയ വാഹനം മേടിക്കണം, വലിയ വീട് വെക്കണം, വലിയ സംഭവങ്ങൾ ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. നമ്മുടെ 25ാമത്തെ വയസ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് അന്ന് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? അല്ലേ? അപ്പം എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു 65 വയസ്സാകുന്ന ആളുകളെ, 25 വയസ്സിലുള്ള ആളുകൾക്ക് ഒരു 65 വയസ്സായപ്പം അവരെ കുറിച്ചൊരു പഠനം നടത്തിയപ്പം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അതിൽ ഒരാൾ, ഈ 100-ൽ ഒരാൾ മാത്രമാണ് റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ളത്, സമ്പന്നനായിട്ടുണ്ടാവും ഒരാളാണ്. ഒരു 4 പേരെന്ത് ചെയ്യും, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും. 4 പേര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും. ഒരു 5 പേര് അപ്പയും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഏകദേശം 54 പേര് തകർന്ന അവസ്ഥയിലായിരിക്കും.
അപ്പൊ അദ്ദേഹം പറയാണ് എന്ത് 25-ാമത്തെ വയസ്സിൽ ഇവർക്കുണ്ടായ ആഗ്രഹങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് വൈ ഡു സോ മെനി ഫെയിൽ, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ പരാജയപ്പെടാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ പരാജയപ്പെടാനുള്ള കാരണത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിംഗ് ആട്ടോ. നിങ്ങൾ അതിങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ട് അത് കേട്ട ആളുകൾ, കാരണം കേട്ട ആളുകൾ എനിക്ക് തോന്നുന്നത് ബെറ്റർ 2.0 എന്നൊക്കെ പറയുന്ന ചലഞ്ചിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ കേട്ട ആളുകൾ, കേട്ട് നോട്ട്സ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട്, വിചിത്രമായ രഹസ്യം, നൗഫൽ കേട്ടിട്ടുണ്ടായിരുന്നു? ഓക്കെ, കേട്ട ആളുകൾ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. കേട്ടപ്പോ നിങ്ങൾക്ക് വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ട സമയത്ത്? ദിവ്യ മാം, ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. എന്തായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ഓർമ്മയുണ്ടോ? കേട്ടത് ഓർമ്മയുണ്ടോ? കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്, ഉം. മൈൻഡിലേക്ക് ഇപ്പൊ വരുന്നില്ല സത്യത്തില്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ ഷെയർഡ് ആണ്. പറ്റുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുക. നിങ്ങളൊരു 30 ദിവസം ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ആ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അദ്ദേഹം സക്സസിനെ കുറിച്ച് പറയുന്നത് എ പ്രോഗ്രസീവ് ജേർണി നൈറ്റിംഗേൽ പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് ആക്ഷണബിൾ ഡെഫിനിഷൻ ഓഫ് സക്സസ്. അദ്ദേഹം പറയാണ് സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഐഡിയൽ. ഓക്കെ, അദ്ദേഹം സക്സസിനെ കുറിച്ച് പറയാണ് സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഐഡിയൽ എന്ന് പറയുന്നത് വിജയം എന്നതൊരു മൂല്യമുള്ള ആശയത്തെ തുടർച്ചയായി സാക്ഷാത്കരിക്കുന്നതാണ്. ഓക്കെ, നമുക്കൊരു ആശയമുണ്ട്, അതിന് മൂല്യമുണ്ട്, അതിന് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം, അത് എത്തോളം സാക്ഷാത്കരിക്കുന്നത്, ആ സംഭവം കിട്ടുന്നത് വരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് വിജയം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു ടീച്ചർ, ഓക്കെ, ഒരു ഡോക്ടർ, അങ്ങനെ ഓരോ ആളുകളും ഇപ്പോൾ ലൈഫിൽ നേരത്തെ ഇന്ന രീതിയിലേക്ക് എത്തണം എന്നുള്ളത് തീരുമാനിച്ച് അവിടെ എത്തിയ ആളുകളൊക്കെ അദ്ദേഹം വിജയം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി നേടണമെന്ന് കരുതി ആ ഗോളിലേക്ക് അദ്ദേഹം എത്തി, അല്ലെങ്കിൽ വേറെ ആൾ ഇന്നൊരു സ്ഥലത്തേക്ക് എത്തണം, അങ്ങനെ ലൈഫിൽ ഒരു ലക്ഷ്യമുള്ള ആളുകളൊക്കെ അദ്ദേഹം എന്താ പറയുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹം വിജയം എന്ന് പറയുന്നത്. പരാജയം എന്ന് പറയുന്നത് അത്ര ലക്ഷ്യമില്ലാത്ത ആളുകളാണ്. ഓക്കെ, അദ്ദേഹം ലക്ഷ്യമില്ലാതെ, അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട പ്രകാരം ചിന്തിച്ചെടുത്ത ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അദ്ദേഹം വിജയി എന്നാണ് പറയുന്നത്. ഈ വിജയി എന്ന് പറയുന്നതാണ് ഈ വിജയത്തിലേക്ക് എത്തുന്നതിന് അദ്ദേഹം കൊടുക്കുന്ന ഡെഫിനിഷൻ അതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും, നേരത്തെ ആരോ പറഞ്ഞു, ആ ഗോൾ എത്തുന്നത് വരെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാളൊരു വിജയിയാണെന്നുള്ളതാണ്. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഐഡിയൽ. അപ്പം എപ്പോഴും ഒരു പ്രോസസ്സിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും സക്സസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയാണ് എ സക്സസ്ഫുൾ പേഴ്സൺ ഈസ് എ മാൻ ഹു ഈസ് വർക്കിംഗ് ടുവേർഡ്സ് എ പ്രെഡിമിനന്റഡ് ഗോൾ ആൻഡ് നോസ് വേർ ഈസ് ഗോയിങ്. എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തുന്ന ആളുകളൊക്കെ സക്സസ് എന്ന് പറയാം. ഇതാണ് അദ്ദേഹം സക്സസ് എന്നുള്ളതിന് പറയാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കുറെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിൽ എത്തുന്നത് വരെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വിജയിയാകാൻ പറ്റും. ലൈഫിൽ ഏറ്റവും വലിയ വിഷയം, നിങ്ങളിപ്പം ഈ ബിമാജിക് കമ്മ്യൂണിറ്റിയിലൊക്കെ വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഡിഫറെന്റ് ഉണ്ടാവും. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് ജീവിതത്തിൽ അവരുടെ ലൈഫിൽ അവരുടെ ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിമാജിക്കിലൊക്കെ വന്ന സമയത്ത് നിങ്ങളിൽ എത്ര പേർക്ക്, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്. ഇത് ഞാൻ നേരത്തെ അറിയണമായിരുന്നു. ഒരു ഗോൾ സെറ്റിംഗ്സിന്റെ ക്ലാസ്സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നി എത്ര പേരുണ്ട്? അത്തരം ആളുകളൊന്ന് ഐ എന്ന് കമന്റ് ചെയ്തേ. ഷൈനി മാമിന്, ബീന മാം അല്ലെ, ഷൈബു, എന്താണ് സലാഹു, ഓക്കെ, റോസ്ലിൻ ആന്റണി, മണി, അഖില മാം, നൗഫൽ, എല്ലാ ആളുകളും, ഷീജ മാം, സിന്ധു, അല്ലെ, ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ലൈഫിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ ഒന്ന് ഗോൾ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോഴും 95% ആളുകൾ ലൈഫിൽ ലക്ഷ്യമില്ലാത്തതാണ്. ഓക്കെ, ഇപ്പോഴും 95% ആളുകൾ
നമ്മളെ മക്കളോ നമ്മളെ അന്യന്മാരോ നമ്മളെ ചുറ്റുപാടുള്ള നിങ്ങൾ ഈ സൊസൈറ്റിയിലുള്ള പുതിയ ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി പോകണം, എന്തിനാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയാത്ത ആളുകളാണ്. അവിടെയാണ് പരാജയപ്പെടാനുള്ള പരാജയത്തിന്റെ മെയിൻ കാരണം അദ്ദേഹം പറയാണ്, പരാജയത്തിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അനുകരണമാണ്, ലക്ഷ്യക്കുറവാണ്. ഓക്കെ, ശരിക്ക് അദ്ദേഹം പറയാണ് ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ധൈര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഭയം. 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 ധൈര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഭയം. ഭയമാണ് അല്ലെ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ധൈര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു അത് ഭയമല്ല, അത് കൺഫോമിറ്റി ആണ്. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ അനുകരണമാണ്. ഓക്കെ, ധൈര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അനുകരണമാണ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം അനുകരണമാണ്. എന്താണ് അനുകരണം എന്ന് പറഞ്ഞാൽ? എന്താ അനുകരണം എന്ന് പറഞ്ഞാൽ? എന്താ? മറ്റാളുകൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കോപ്പി ചെയ്യാം. മറ്റുള്ളവരെ കോപ്പി ചെയ്യുക. മറ്റുള്ളവരെ കോപ്പി ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ കേരളത്തിലൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കണ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ മലബാർ ഏരിയയിലൊക്കെ കേട്ടോ, ബാക്കിയുള്ള ഏരിയയിൽ എനിക്ക് അങ്ങനെ അറിയില്ല. ഇവിടെ ഇപ്പം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ബിസിനസ് ഉണ്ട്. ഏതൊക്കെയാ അറിയോ? ഏതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്? ഗോൾഡ് ആണ്. ഫുഡ്, മെഡിസിൻ. ഒന്ന് പെട്രോൾ പമ്പ്, വൺ തിങ് ഈസ് പെട്രോൾ പമ്പ്. വേറെ സാർ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ ഡെന്റൽ ഹോസ്പിറ്റലിൽ നല്ലോണം വരുന്നുണ്ട്. ഡെന്റൽ ഹോസ്പിറ്റൽ. വേറെ ചായപ്പീടിയ. ഓക്കെ, ഏതൊരു ടീം ചായ് ബാല ഇത് തുടങ്ങി. ഇപ്പൊ എല്ലാവരും അതിന്റെ ഈച്ച കോപ്പിയാണ്. കുറച്ചു മുമ്പ് ചപ്പാത്തി കമ്പനി ടർഫ് ആയിരുന്നു. ചപ്പാത്തി കമ്പനി ടർഫ് ഇപ്പൊ ഒരു പരിധി വരെ എന്ത് ചെയ്തു? നിന്നു. കാരണം തുടങ്ങി ആളുകൾക്ക് കച്ചവടം ഇല്ലാത്ത രീതിയിലേക്ക് എത്തുന്നത് വരെ ഒരാൾ തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ ഇതിനെ നേരെ ഈച്ച കോപ്പി ചെയ്യുക. ഇതിനാണ് അനുകരണം എന്ന് പറയുന്നത് അല്ലെ? തൊട്ടടുത്തുള്ള ഒരാൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഡോക്ടർമാർ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെന്റൽ ക്ലിനിക് ഫുൾ ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടാവില്ല. അത്രയും ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും വരും. എന്താ, എല്ലായിടത്തും മെന്റൽസ് കോച്ചിങ്ങും എല്ലായിടത്തും മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലായിടത്തും കാര്യങ്ങളാണ്. ഒരു സമയത്ത് ഒരു സ്കോപ്പ് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. ഒരു സമയത്ത് BEd ആണ് എല്ലാ സയൻസ് ആണ്, എല്ലാവരും പോയിട്ട് BEd പഠിക്കുക. ഒരു സമയത്ത് എക്കണോമിക്സ് ആണ് കോഴ്സ് ആണ്, എല്ലാവരും എക്കണോമിക്സ് പഠിക്കുക. ഒരു സമയത്ത് ഇംഗ്ലീഷ് ആണ്. മറ്റുള്ള ആളുകളെ കോപ്പി ചെയ്യുക, നമ്മുടെ സ്വന്തം കഴിവ് കണ്ടെത്തുക. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുക? ഭയം എന്നുള്ളതിന്റെ ധൈര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ജോലി ചെയ്യുന്നത് അറിയാതെ മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നതാണ് പരാജയത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഇതിനെ കുറിച്ച് അദ്ദേഹം ഒരു സർവേ നടത്തി. ആ സർവേയിൽ അദ്ദേഹം പറയുന്നത് 20ൽ 19 പേരോട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് വെച്ചാൽ എന്തിനാന്ന് അവർക്കറിയില്ല. അപ്പൊ പുറത്തുള്ള ആളുകൾ, എല്ലാ ആളുകളുടെയും ബേസിക് ആയിട്ടുള്ള കോമൺ ഗോൾ എന്താ? ജനിച്ചു ഇനി എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെന്ത് ചെയ്യണം? ജോലി ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. പിന്നെന്ത് ചെയ്യണം? കുട്ടികൾ ഉണ്ടാക്കണം. പിന്നെന്ത് ചെയ്യണം? വീട് വെക്കണം. പിന്നെന്ത് ചെയ്യണം? മരിച്ചു പോകണം. വേറെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്. ഇതാണ് ലോകത്തിലെ 95% ആളുകളും ചെയ്യുന്നത്. അതാണ് പരാജയത്തിന്റെ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഒരു വാക്ക് മാത്രം ഞാൻ കുറെ സമയം ആലോചിച്ചിട്ടുണ്ട്. ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് ഭയമല്ല. ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് ഭയമല്ലേ? പിന്നെന്താണ്? അനുകരണം അല്ലെ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നതും. ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ നല്ല ജോലിയിലേക്കുള്ള ഒരു ഡോക്ടർ അടുത്തിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, സൈഫ് എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ആസ് പെർ മൈ വ്യൂ പോയിന്റ്, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഈ ആത്മഹത്യകളൊക്കെ നടക്കുക. ഓക്കെ, അയാൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാല് എന്റെ അഭിമാനം എന്ത് ചെയ്യും? പോവും. സൊസൈറ്റിയിലുള്ള ആളുകൾ എന്ത് കരുതും? ഓക്കെ, 4ഓളം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്ത ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞതാ അല്ലെ? അച്ഛനും അമ്മക്കും ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്. 23-24 വയസ്സായ 2 മക്കൾ, അവർക്കും ജോലിയുണ്ട് അല്ലെ? കുറച്ച് കടം വന്നു, ആത്മഹത്യ ചെയ്തു. എന്താ വിഷയം? എന്താണ്?
മറ്റുള്ള ആളുകൾ എന്ത് കരുതും? അതാണ് ഈ പരാജയത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. നമ്മളിപ്പോഴും മറ്റുള്ള ആളുകൾ എന്ത് കരുതും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതിന് അതേപോലെ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ചെയ്യും. അപ്പൊ അദ്ദേഹം പറയാണ്, അങ്ങനെ അദ്ദേഹം ഒരു താക്കോൽ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ഒരു താക്കോൽ അന്വേഷിച്ച് ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും താക്കോൽ ഈ ലോകത്തുണ്ടോ, അങ്ങനത്തെ ഒരു കീ ലോകത്തുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ കുറെ അന്വേഷിച്ച് 20 വർഷത്തെ ഏകദേശം പഠനത്തിന് ശേഷം അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ ഒരു കീ കണ്ടുപിടിച്ചു. ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും വിജയിക്കുന്നതിനുള്ള കീ എൻ്റെ കയ്യിലുണ്ട്. ആ കീ കണ്ടുപിടിച്ചു. ആ കീ അദ്ദേഹം പറയുന്നത്, അതാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത്. അത്യന്തം വിചിത്രമായ രഹസ്യം, വളരെ വിചിത്രമായിട്ടുള്ള രഹസ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ആ ഒരു കീ ആണ്. ആ കീ അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആ കീനെ കുറിച്ചിട്ട് അദ്ദേഹം പറയാണ്, ആ കീ എന്ന് പറയുന്നത് നമ്മളൊക്കെ ലൈഫിൽ എല്ലാ ആളുകൾക്കും, ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വിജയിക്കുന്ന ഒരു കീ, അങ്ങനത്തെ ഒരു കീ ഉണ്ട് അത്ര. ഓക്കെ, അതാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് കീ അറിയോ? എന്താണ് കീ അറിയോ? നമുക്കെല്ലാവർക്കും, ലോകത്തിലെ എല്ലാ ആളുകൾക്കും വിജയിക്കുന്ന ഒരു കീ ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ അറിയുന്ന ആളുകൾക്കും ആർക്കും ഈ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. എന്തായിരിക്കും? എന്തായിരിക്കാം? ബിലീവ് ഇൻ യുവർ സെൽഫ് ആണോ? ബിലീവ് ഇൻ യുവർ സെൽഫ് ആവാം. വേറെ? ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ശ്രമിച്ചുകൊണ്ടിരിക്കാവാം. വേറെ? ആത്മവിശ്വാസം. കോൺഫിഡൻസ്. ആത്മവിശ്വാസം. ആത്മവിശ്വാസം. ഇദ്ദേഹം പറയാണ്, വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായി തീരുന്നത്. അപ്പൊ ആ കീ എന്താണ്? യുവർ തോട്ട്, നിങ്ങളുടെ ചിന്തകൾ. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നുണ്ട്? പല ആളുകൾക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, ബി മാജിക്കിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണ് മാറ്റം? ബി മാജിക്കിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചിന്തയുടെ രീതിയെ ഞാൻ മാറ്റി. എൻ്റെ ചിന്തയുടെ രീതിയെ മാറ്റിയപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഔട്ട്കം മാറി, എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എൻ്റെ മൈൻഡ് സെറ്റ് മാറി. അപ്പം എൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും കൂടിയിട്ടുണ്ടാവും. എവിടുന്നാണ് ഇത് വന്നിരിക്കുന്നത്? ചിന്തയിൽ നിന്ന്. അപ്പൊ എന്താണ് ആ കീ? ആ കീ അദ്ദേഹം പറയാണ്, നമ്മൾ എന്താണ് നമ്മുടെ ചുറ്റും പല ആളുകളുടെയും വിഷയം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ അച്ഛനെ, നമ്മുടെ അമ്മയെ, നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ബോസുമാരെ, സഹോദരി, അങ്ങനെ മറ്റുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തും. അല്ല, നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. നൈറ്റിംഗേൽ അദ്ദേഹം പറയാണ്, Nightingale asserted that's a single point in where the greatest wise men and teachers, philosophers and prophets have disagreed with one another one may different things. It's only one thing is point that they are incompleted and anonymous agreement. അദ്ദേഹം പറയാണ്, അദ്ദേഹം വളരെ ഇതിൽ കോഴ്സിൽ പറയാണ്, പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എ മാൻസ് ലൈഫ് ഈസ് വാട്ട് ദീസ് തോട്ട് മേക്ക് ഓഫ് ഇറ്റ്. എന്താണോ അദ്ദേഹം ചിന്തിക്കുന്നത് അതായിട്ടാണ്. ഡിസ്രയേലിൽ പറഞ്ഞിരിക്കുന്നതും അതേപോലെ റാൽഫോ വേൾഡ് ഫെമേഴ്സും പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എ മാൻ ഈസ് വാട്ട് ഹി തിങ്സ് അബൌട്ട് ഓൾ ഡേ ലോങ്. ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹമായിട്ട് മാറുക. വില്യം ജെയിംസ് പറയാണ്, ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഈസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ ഐദർ ദെയർ ലിവ്സ് ബൈ ആൾട്ടറിങ് ദെയർ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ്. ഒരാളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മാറും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നമ്മൾ ഈ സയന്റിഫിക്കലി കാണുന്ന ബൾബും ബാക്കിയുള്ള സംഭവങ്ങളും ഇപ്പൊ ഈ കാണുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും വലിയ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളെ മാറ്റുമ്പം ആ മനുഷ്യന് എന്താണോ ജീവിതത്തിൽ വേണ്ടത് അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ കണ്ടുപിടുത്തത്തിൽ നിന്നാണ്. അല്ലെ? ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മുന്നേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, 10 വർഷം 2015 എന്നോട്, അല്ലെങ്കിൽ 2015 അല്ലെങ്കിൽ 2013 കാലഘട്ടങ്ങളിൽ എന്നോട് പറയാണ്, ഇപ്പൊ നീ ഒരു സെഷൻ എടുക്കണം ബി മാജിക് പോലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയും, ഞാൻ എങ്ങനെ സെഷൻ എടുക്കാണ്? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ആൾ മാറി പറയാം. എൻ്റെ പേര് സേഫ് എന്നാണ്, എനിക്കെങ്ങനെ സെഷൻ എടുക്കാൻ? ഐ ഡോണ്ട് അബൌട്ട് ദാറ്റ്. ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കുക, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, it was impossible. Now it's possible. How? Okay, 10 years back it was impossible. Now it's possible. It's not only my story.
ഇറ്റ്സ് യുവേഴ്സ് ടു അല്ലേ? ഇതെന്റെ മാത്രം കഥയല്ല, നിങ്ങളുടെ കൂടെ കഥയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രീവിയസ് ഡോട്ടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഡോട്ടുകളിലേക്ക് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഇറ്റ് വാസ് ഇമ്പോസിബിൾ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം അന്ന് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. റൈറ്റ് നൗ യു ആർ ഡൂയിങ് ദാറ്റ്. ഹൗ? എങ്ങനെ അല്ലേ? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് സമ്പാദിക്കും. ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എനിബഡി? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരു സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങളായിരിക്കും. കറക്റ്റ് അല്ലേ? ആണോ അല്ലേ? ശരിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? ബി മാജിക്കിൽ വന്നിട്ട് സെഷൻ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ കൊണ്ട് ലൈഫിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പേടിച്ചൊരു കാര്യം ഉണ്ടാവും, ആ ഒരു സെഷൻ എടുക്കുക. ബി മാജിക്കിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ പേടിച്ച ആളുകളുണ്ടായിരുന്നു. ബി മാജിക്കിൽ വന്നിട്ട് ലീഡർ ആവാൻ പേടിച്ച ആളുകളുണ്ടായിരുന്നു. ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കരഞ്ഞൊരു മൂലക്കലിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. They all are changed. How? അതാണ് ഐറ്റിങ്ങൾ പറയുന്നത് ലോകം കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ, അയാളുടെ ചിന്തകൾ, വില്യം ജെയിംസ് പറയാണ് എന്താണ്, ഒരാളുടെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, നോർമ വിൻസെന്റ് പേൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇഫ് യു തിങ്ക് ഇൻ എ നെഗറ്റീവ് ടേംസ് യു വിൽ ഗെറ്റ് നെഗറ്റീവ് റിസൾട്ട്. ഇഫ് യു തിങ്ക് ഇൻ എ പോസിറ്റീവ് ടേംസ് യു വിൽ ഗെറ്റ് അച്ചീവ് പോസിറ്റീവ് റിസൾട്ട്. നിങ്ങളൊരു കാര്യത്തിൽ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും. പോസിറ്റീവാണ് ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ പോസിറ്റീവായിട്ട് പിന്നെ റിസൾട്ട് ലഭിക്കും. ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് ദോ ക്യാൻ ബിലീവ് ഓൾ തിങ്സ് ആർ പോസിബിൾ ഹിം ദാറ്റ് ബിലീവ്. എന്താണ്? ഒരു മനുഷ്യൻ അയാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? സാധ്യമാണെന്നുള്ളതാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പം ആ കീ എന്താണ്? ആ കീ എന്ന് പറയുന്നത് യു ബിക്കം വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായി തീരുമെന്നുള്ളതാണ് ലോകത്തിൽ എല്ലാ ആളുകൾക്കും വിജയിക്കാനുള്ള ഒരു കീ പറയുന്നത്. മനോഭാവം മാറ്റിയാൽ എന്ത് ചെയ്യും? ജീവിതം മാറ്റാനാവും. ഓക്കെ, ഒരു മനുഷ്യന്റെ മുഴുവൻ ദിവസം അയാൾ ചിന്തിക്കുന്ന എന്താണോ അതാണ് അവൻ. ഡിസ്രേലി പറഞ്ഞിരിക്കുന്നത്, തീർച്ചയായ ലക്ഷ്യത്തോടു കൂടി മനുഷ്യനെ നേടും. ഒരാൾ നേടുമെന്ന് അയാൾ അത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ബൈബിളിലെ മാർക്കിൽ പറഞ്ഞിരിക്കുന്ന സാധനം, വിശ്വസിക്കുന്നതിനെല്ലാം സാധ്യമാണ്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത കൊണ്ടുവരിക, ദാറ്റ്സ് ഈക്വൽ ടു സക്സസ്. ഭയം, ആശയക്കുറപ്പ്, ലക്ഷ്യക്കുറവ്, ഓക്കെ, ഭയം, ഡൗട്ട്, ഓക്കെ, കറക്റ്റ് ഇതില്ല പരാജയം. വിജയത്തിന് ഒറ്റ കാര്യമാണ് പോസിറ്റീവ് തോട്ട്. പരാജയത്തിന് നിങ്ങളുടെ ഭയം, നിങ്ങളുടെ കൺഫ്യൂഷൻസ്, നിങ്ങൾക്ക് ലക്ഷ്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പരാജയപ്പെടും. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്? ഈ ഒരു കാലഘട്ടത്തിലെ സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് എന്ന് പറഞ്ഞ നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. എന്താണ്? അയാൾ എന്താണോ ചിന്തിക്കുന്നത് അതിനൊരു റിസൾട്ട് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ദ പ്രൈസ് ഓഫ് സക്സസ് ആൻഡ് ദ ലോ ഓഫ് സർവീസ്. ഓക്കെ, ലോ ഓഫ് സർവീസ് ആണ് എന്ത്? സക്സസിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ലോ ഓഫ് സർവീസ് എന്താണ്? ഈ ഒരു ലോ ഓഫ് സർവീസ് എന്ന് പറയുന്നത്, അദ്ദേഹം ലോ ഓഫ് സർവീസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ലോ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പൊ ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, കാശ്മീരിലാണ് നിൽക്കുന്നത്. ഓക്കെ, രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ തണുപ്പ് അകറ്റണം. എന്താ ചെയ്യാൻ സാധിക്കുക? തണുപ്പ് അകറ്റണമെങ്കിൽ എന്താ ചെയ്യാൻ സാധിക്കുക? തണുപ്പ് അകറ്റണമെങ്കിൽ കൂള് അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വേറെന്താ ചെയ്യാൻ പറ്റുക? ഇതാക്കണം അല്ലേ?
അപ്പൊ തണുപ്പൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് തീയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊക്കെ കെട്ടാൻ പറ്റും അല്ലേ? ഈ തീയിട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് ആ തീന്റെ ചൂട് കിട്ടുള്ളൂ അല്ലേ? തീയിട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് ആ തീന്റെ ചൂട് കിട്ടുള്ളൂ. ആ തീ ഇട്ടിട്ട് നമ്മൾ തീന്റെ ചൂട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ട തീ ഇടണം. ആ തീ ഇടാനും വേണ്ടിയിട്ട് റെഡി ചെയ്യണം. അതാണ് അദ്ദേഹം ലോ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയാണ്, ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ന്യൂട്ടന്റെ 3ാം നിയമം തേർഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷൻസിനും ഈക്വലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റോ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. വി ക്യാൻ അച്ചീവ് നത്തിങ് വിത്തൗട്ട് പേയിങ് ദ പ്രൈസ്. അതാണ് അടുത്ത പോയിന്റ്. നമുക്ക് ഒന്ന് കൊടുക്കാതെ, ഒരു പ്രൈസ് കൊടുക്കാതെ ഈ ലോകത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒന്നുമില്ല. നിങ്ങൾക്ക് ലോകത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? നിധി, ഈ മാജിക്കിന്റെ ക്ലാസ് ഫ്രീ ആണോ? ഫ്രീ ആണോ? ദിസ് ക്ലാസ് ഈസ് ഫ്രീ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആണോ? ആണോ അല്ലേ? ഫ്രീ ആണ്. ഫ്രീ അല്ല അല്ലേ? യു വിൽ സ്പെൻഡ് യുവർ ടൈം അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉറക്കം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ നെറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്പേസ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നത്തിങ് ഈസ് ഫ്രീ. എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ ലോകത്ത് ഒന്ന് കിട്ടുക എന്നുള്ള ഒരു നിയമം ലോകത്തിനില്ല. There is no law like that. Okay. If you want to get something, you will pay something. നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാതെ മറ്റൊന്ന് കിട്ടുന്ന ഒരു നിയമം ഈ ലോകത്തിനില്ല. ഇറ്റ്സ് ലൈക്ക് എ ബാർട്ടൺ സിസ്റ്റം. ബാർട്ടൺ സമ്പ്രദായം കേട്ടിട്ടില്ലേ? സ്കൂളൊക്കെ പഠിച്ചില്ലായിരുന്നോ? എന്താ ബാർട്ടൺ സമ്പ്രദായം? അരി കിട്ടണമെങ്കിൽ മുളക് കൊടുക്കുക, സാധനത്തിന് സാധനം കൊടുക്കുക. ദാറ്റ്സ് എ ലോ. ദാറ്റ്സ് എ യൂണിവേഴ്സൽ ലോ. ഒന്ന് കൊടുക്കാതെ, ഒന്ന് നഷ്ടപ്പെടാതെ, എന്തെങ്കിലും ഒന്ന് ത്യജിക്കാതെ മറ്റൊന്ന് കിട്ടുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. യു വിൽ ഗെറ്റ് നത്തിങ്. നിങ്ങൾക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതിന് അദ്ദേഹം പറയുന്ന കാര്യമാണ്, പ്രൈസ് എന്ന് പറയുന്നത് വി ലിറ്ററലി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് ആൻഡ് വി മസ്റ്റ് കൺട്രോൾ അവർ തോട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ പ്രൈസ് നമ്മളെ ചിന്തയാണ്. ആ പ്രൈസ്, ആ ചിന്ത നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. ലോ ഓഫ് സർവീസ് പറയാണ്, അവർ ഫിനാൻഷ്യൽ റിട്ടേൺ വിൽ ബി ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ ടു അവർ സർവീസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഞാനൊരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ ഒരു കോഴ്സ് ആയിരുന്നു. അപ്പൊ ഇന്നലെ അതിന്റെ ഫസ്റ്റ് സെഷൻ കഴിയാണ്. അപ്പൊ ഫസ്റ്റ് സെഷൻ കഴിയുന്ന സമയത്ത് ആ ട്രെയിനർ പറയാണ്, എങ്ങനെ നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് സെല് ചെയ്യാം, അതാണ് കോഴ്സ്. ഓക്കെ, ഞാനിപ്പം ഞങ്ങളുടെ സർവീസൊക്കെ കൊടുക്കുന്നത് 1.5 ലാഖിനാണ്. ഇനി അതിലും കൂട്ടിയിട്ട് എങ്ങനെ വിൽക്കാൻ പറ്റുന്നതാണ് പഠിച്ചുകൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ ഹൈ ടിക്കറ്റ് സെല് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഹൈ പ്രശ്നങ്ങൾ അല്ലെ, വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കോമൺ മനുഷ്യന്റെ അടുത്ത് ചിലപ്പോൾ പൈസ ഉണ്ടാവുന്നുണ്ടാവില്ല. പക്ഷെ അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറ്റാക്കോ അങ്ങനത്തെ, നമ്മളെല്ലാവരും ഹെൽത്തി ആയിരിക്കട്ടെ, അറ്റാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അയാൾ എവിടുന്നെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കും ഹോസ്പിറ്റലൈസ്ഡ്. അപ്പൊ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ഹോസ്പിറ്റലൈസ്ഡ്, അവർ മൈത്രയിലെ കാണിച്ചു. അപ്പൊ ഏകദേശം ഒരു 12 lakh rupees ആയി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എടാ പൈസക്ക് എന്താ ചെയ്തു വെച്ചു? പൈസക്ക് എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായി? ഓക്കെ, അതിനു മുമ്പ് 12 lakh rupees അവരുടെ കയ്യിലുണ്ടായിട്ടല്ല, ബട്ട് ആ സംഭവങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ പൈസക്ക് എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായി. ലൈക്ക് ദാറ്റ് നമ്മളുടെ കയ്യിൽ എത്രമാത്രം വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, കഴിവുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ മന്ത്ലി ഒരു 30,000 rupees ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 30,000 rupees ആണ്. നിങ്ങൾക്കത് 60,000 rupees ആക്കണമെങ്കിൽ സിംപിളി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണത്? എന്താ ചെയ്യാം? നിങ്ങളുടെ ഇപ്പോഴത്തെ അറിവ് 1 kilo ആണ്. ആ 1 kiloക്ക് നിങ്ങൾക്ക് 30,000 കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 60,000 കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 കിലോ 2 കിലോ ആക്കുക. 60,000 കിട്ടണമെങ്കിൽ 2 കിലോ ആക്കുക. നിങ്ങളുടെ അറിവിന് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ കൂട്ടുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സക്സസ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് മേക്കിംഗ് മണി ഈസ് ദ റിസൾട്ട് ഓഫ് സക്സസ്. ഓക്കെ, പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, പൈസ ഉണ്ടാക്കുക എന്നല്ല, പൈസ ഉണ്ടാക്കാനുള്ള മാർഗം സൃഷ്ടിക്കുന്നതിനാണ് എന്ത് ചെയ്യുക? സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ,
സക്സസ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ്. ഗിവ് മീ ഹീറ്റ് ആൻഡ് ദെൻ ഐ വിൽ ആർഡർ ദ ഫുഡ്. അല്ലേ? ഒരാൾ പറയാണ് ആദ്യം എനിക്ക് എന്ത് ചെയ്യൂ, ചൂട് നൽകൂ, എന്നിട്ട് ഞാൻ വിറക് തരാം എന്ന് പറയാൻ പറ്റുമോ? വിറക് എത്തിച്ചാലേ ചൂടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അടുപ്പിന് മുമ്പിൽ പോയിട്ട് പറയാണ് ആദ്യം എനിക്ക് ചൂട് വേണ്ട എന്നിട്ട് വിറക് തരാമെന്ന് പറയാൻ പറ്റുമോ? വിറക് കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ചൂടുണ്ടാവുള്ളൂ. അതാണ് അദ്ദേഹം പറയുന്നത്. യു മസ്റ്റ് പ്രൊവൈഡ് സർവീസ് ഫ്യൂവൽ ബിഫോർ എക്സ്പെക്ടിങ് എ റിട്ടേൺ ഹീറ്റ്. അല്ലേ? നിങ്ങൾ ഹീറ്റ്, നിങ്ങൾ ചൂട് ആഗ്രഹിക്കുന്നതിന് മുമ്പ് വിറക് ഫ്യൂവൽ കൊടുക്കണം എന്നതുപോലെ യു മസ്റ്റ് പ്രൊവൈഡ് സർവീസ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് ലൈഫിൽ ഇത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിഫോർ എക്സ്പെക്ടിങ് എ റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യാം? അതിനുള്ള ഒരു സർവീസ് അതിന് കൊടുക്കുക. മ്യൂച്വൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി ഈസ് ഫൗണ്ടഡ് അപ്പോൺ എ ലോ ഓഫ് മ്യൂച്വൽ എക്സ്ചേഞ്ച്. എനി പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് ടു പ്രോസ്പെരിറ്റി മസ്റ്റ് പ്രോസ്പെർ ഇൻ ടേം ഹിംസെൽഫ്. ഓക്കെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്ന ഈ ലോ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ മറ്റൊന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഈ ലോകത്തിലില്ല. ഈ ലോകത്തിൽ ഇല്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവസാനം ഫൈനലി അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് 30 days ടെസ്റ്റ് ആണ്. അദ്ദേഹം 30 days ടെസ്റ്റ് പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ കഴിയുകയാണെങ്കിൽ ഇതിന്റെ മലയാളം, ഇംഗ്ലീഷ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും കേൾക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കേൾക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള 30 ദിവസം ആര് ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നോ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള സംഭവം ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത്രയും ആളുകളുടെ ലൈഫിൽ ഞാനൊക്കെ ഈ അടുത്ത കാലത്ത് പല ബിസിനസ് സംബന്ധമായിട്ടുള്ള പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മൈൻഡിനെ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച മെത്തേഡ് ഈ വീഡിയോസ്. ഇപ്പൊ ഇന്ന് മോർണിംഗ് പോലും ഞാൻ ഈ വീഡിയോസ് കേട്ടിട്ടുണ്ട്. ഓക്കെ. ഈ സെഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോസ് കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇന്നലെ ഞാൻ ഈ വീഡിയോസ് കേട്ടിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സംഭവങ്ങളായിട്ട് ഇത് പറയുന്നത്. ഇനി ഒരുപക്ഷെ ഇതിന്റെ മലയാളമൊക്കെ കേൾക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അവരുടെ ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെഷനായിട്ട് തരാമെന്ന് കരുതിയത്. സെഷനായിട്ട് തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? അതിൻ്റെ ഒരു ഏറ്റവും ബ്രീഫായിട്ടൊരു നോട്ട് എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ നോട്ട് എന്ന് പറയുന്നതാണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ടുകളാണ്. ഓക്കെ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. ഓക്കെ. സക്സസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് റിയലൈസേഷൻ ആണ്. പിന്നെ ഈ 95% ആളുകളും പരാജയപ്പെടുന്നതിന്റെ കാരണം മെൻ ഡോണ്ട് തിങ്ക്. ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ആളുകൾ ചിന്തിക്കുന്നില്ല. കൺഫേമിറ്റി ആണ്, അനുകരണമാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്തുകൊണ്ടാണ് 5% ആളുകൾ സക്സസ് ആവുന്നതെന്ന് പറഞ്ഞു. പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അവർക്ക് ഗോൾ ഉണ്ടാവും, അവർക്ക് എന്താണ് ചെയ്യുന്നത് അവർക്ക് അറിയുന്നുണ്ടാവും. അവർ ഡെലിബറേറ്റ്ലി അവർ എന്ത് ചെയ്യും? അവരുടെ ജോബിലേക്ക് പ്രീ ഡിറ്റർമൈൻഡ് അറിയും. അവർ നോട്ട് കോമ്പറ്റിങ് ക്രിയേറ്റിംഗ് ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ മൈൻഡ് അനോളജി നമ്മൾ പറഞ്ഞു. മൈൻഡ് ഈസ് ലൈക്ക് എ റാം റിട്ടേൺ വാട്ട് ഈസ് പ്ലാനഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാത്ത പാർട്ടാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ലാൻഡാണ്. ആ ലാൻഡിൽ നിങ്ങൾ ഒരു വിഷച്ചെടി നട്ടു, നിങ്ങൾക്ക് എന്താ കിട്ടുക? നല്ലൊരു കൃഷി ചെയ്തു, നല്ലൊരു വിഷത്തിന്റെ കൃഷി ചെയ്തു. ഒന്ന് നിങ്ങൾക്ക് വിഷം കിട്ടുന്ന ചെടിയാണ്, ഒന്ന് നിങ്ങൾക്ക് ആപ്പിളിന്റെ കിട്ടുന്ന ഒരു കൃഷിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കിട്ടുന്ന കൃഷിയാണ്. ഓക്കെ. രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ കൃഷി ചെയ്യാം. നിങ്ങൾ എന്താണോ കൃഷി ചെയ്യുന്നത് അതാണ് കിട്ടുക. അതേപോലെ നിങ്ങളുടെ മൈൻഡിൽ പോസിറ്റീവ് ആണെച്ചെങ്കിൽ പോസിറ്റീവ് കിട്ടും. ഇനി ഒരു 30 days ഇതാണ് പേ ദ പ്രൈസ്. എന്താണ്? ന്യൂട്ടൺ ലോ നമ്മൾ പറഞ്ഞു. പ്രൈസ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ദ ലോ ഓഫ് സർവീസ് ആൻഡ് പ്രോസ്പെരിറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് കൊടുക്കാതെ മറ്റൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ പാത്ത് ടു സക്സസ്. ഓക്കെ. അതിനുള്ള 6 സ്റ്റെപ്പുകൾ ഉണ്ട്. 6 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ലൈഫിലേക്ക് നമ്മൾ സക്സസ് ആവാനുള്ള 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സെറ്റ് ഡിഫൈൻ ഗോൾ. ഓക്കെ. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട ഗോളുകൾ നിങ്ങൾ ലൈഫിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2, കിറ്റ് റണ്ണിങ് യുവർ സെൽഫ് ഡൗൺ. നമ്മൾ സ്വയം എന്ത് ചെയ്യാതിരിക്കുക? ഡൗൺ ആവാതിരിക്കുക. തിങ്ക് റീസൺ വൈ യു ക്യാൻ ബി സക്സസ്ഫുൾ. നമുക്ക് സക്സസ് ആവാനുള്ള റീസൺസിനെ കുറിച്ച് ചിന്തിക്കാം. ട്രേസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ചൈൽഡ് ഒറിജിൻ. നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന കുറേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അതിന് ട്രേസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കാം. ചേഞ്ച് സെൽഫ് ഇമേജ്, റൈറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസൈഡ് പേഴ്സൺ. നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കാം. ആക്ട് ദ പാർട്ട് ഓഫ് സക്സസ്ഫുൾ പേഴ്സൺ. ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യാം? എപ്പോഴും ആക്ട് ചെയ്യുക. ഞാൻ വിജയ് ആണെന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞത്. സോ താങ്ക് യു. എനിക്ക് പറയാനുള്ള കാര്യം, ഇത് ലോകത്തിൽ
കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരു സീക്രട്ടാണ്. നിങ്ങളുടെയൊക്കെ ലൈഫിൽ വിജയിക്കാനുള്ള ഒരു താക്കോല് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് എനിക്കിന്ന് ഉറപ്പുണ്ട്. ആ താക്കോൽ എന്ന് പറയുന്നത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കാം. ബട്ട് ഇത് നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ എപ്പോഴുള്ള കമ്മ്യൂണിറ്റിയാണ്. അത്രയും ആളുകളുടെ ടെസ്റ്റ് മോണിലൊക്കെ കാണാം. അപ്പം നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, എല്ലാ ആളുകൾക്കും നിങ്ങൾ കൈമാറി കൊടുക്കേണ്ട വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് നിന്റെ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറുന്നതാണ്. നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിക്കുന്ന ഒരാൾ, വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരാൾ, ബിസിനസ് തകർന്ന ഒരാൾ, ലൈഫിൽ എല്ലാം തകർന്ന ഒരാൾ പറയാം, അയാളെ സമാധാനിപ്പിച്ചിട്ട് പറയാം ഇതൊക്കെ ലൈഫിന്റെ പാട്ടാണ്. ബട്ട് ഒരു കാര്യം, ഇതിനൊക്കെ ഒരു കാരണക്കാരം അറിയാതെ നമ്മൾ തന്നെയാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ എന്ത് ചെയ്യുക? മാറ്റുക. നിങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ ചിന്തകൾ മാറിയപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിയുന്ന ഇതിൽ ആളുകളെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അവരെ ബി മാജിക്കിലേക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. ഉഫിദ, ഹലോ. മുഫിദ ലെഫ്റ്റ് ആയി തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇനിപടി. ഹലോ, ഇങ്ങനെ ഓടിയപ്പോഴല്ലേ? കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഒരു 2-3 ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം. ഫീഡ്ബാക്ക് വരേണ്ടത് ഇതാണ്. പഠിച്ചിട്ടുള്ള ഒരൊറ്റ പോയിന്റ്, സിംഗിൾ പോയിന്റ്. വാട്ട് യു ലേൺ ഫ്രം ടുഡേ സെഷൻസ്. വാട്ട് ഇസ് ദ സിംഗിൾ പോയിന്റ്? ഒരു സിംഗിൾ പോയിന്റ് പറയാം. എനിബഡി? ബുക്കിന്റെ പേരൊന്ന് പറയാമോ? ബുക്കല്ല, പോഡ്കാസ്റ്റ് ആണ്. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. The Strangest Secret. Okay. Thank you, sir. Hello, sir. Ah. We become what we think about. Thought. Your thoughts will come. Okay, thank you. Vera. Najila, what you learned from today's session? നജില കേൾക്കുന്നില്ല. ഹഫ്നിസ ലാസ്റ്റ് പറഞ്ഞ 6 പോയിന്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടി പറയുക. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. ആ വീഡിയോന്റെ ലിങ്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വീഡിയോയുടെ ലിങ്കും വേണം. തരുണ്ടല്ലോ. അതേപോലെ ആ വീഡിയോന്റെ താഴെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതേ. അതൊക്കെ കാണാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് അതിലേക്ക് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണെന്ന് പറയാണ്. ഞാനിത് ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇതുണ്ടായില്ലേ ക്ലാസ്സുകൾ. വളരെ നല്ലൊരു ഈ ഒരു സാധനം റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ മെഡിറ്റേഷന് പകരം ഇതാക്കിയാലൊന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റ് ഉണ്ട്. ബട്ട് 30-33 മിനിറ്റ് ഒക്കെ ഉണ്ട്. ബട്ട് അത് സ്ഥിരമായിട്ട് കേൾക്കുകയാണെങ്കിൽ അയാളുടെ ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സെയിം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒറ്റ ലാംഗ്വേജ് ഉള്ളൂ. ദാറ്റ്സ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് പറയാന്നുള്ളതാണ്. ഈ ആളുകളൊക്കെ എന്താണ് ലീഡേഴ്സ് ഇപ്പോഴും സംസാരിക്കാത്തത്? ഹഫ്നിസ, സംബടി, ഇങ്ങനെ അറിയാത്ത ആളുകളെപ്പോഴും എപ്പോഴും സിന്ധു മാമും റസാഖ് സാറും ഇങ്ങനത്തെ മണിസാറും കുറച്ച് ആളുകൾ തന്നെ എപ്പോഴും സംസാരിക്കുന്നുള്ളല്ലോ. ഓക്കെ. വേറെയുള്ള ആൾക്കാരൊക്കെ കുറെ ആളുകൾ ഹഫ്നിസ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുത്തുമോ? പണ്ട് എനിക്ക് ബി മാജിക്കിലുള്ള എല്ലാ ആളുകളും അറിയാം. ഇപ്പൊ അങ്ങനെ അറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇല്ല, കേൾക്കുന്നുണ്ടോ എല്ലാം അറിയില്ല. പിന്നെ ആരെ പരിചയമില്ലാത്ത ബാക്കിയുള്ള ആളുകൾക്ക് ഓൾമോസ്റ്റ് പരിചയമുള്ള ആളുകളാണ്. സുലേഹാബി. ഓക്കെ. ഇനിയിപ്പോ ലീഡേഴ്സ് മാത്രം നിന്നിട്ട് ബാക്കിയുള്ള ആളുകൾ സംസാരിക്കാറുണ്ട് സാറേ അപ്നിസ. പിന്നേന്ന് പറഞ്ഞാല് ഇവരെങ്ങനെ വിളിക്കണം ഇരുന്നിട്ട്. നമ്മളിത് ഒരു എന്താണ് പറയാ, ഒരു ട്രെയിനേഴ്സ് വന്ന് ക്ലാസ് എടുത്തപ്പോ സാർ ഒഴികെ
ബാക്കി ആര് ക്ലാസ് എടുത്തു പോകുമ്പോഴും അവരോടൊരു ഫീഡ്ബാക്ക് പറയാം. ഇവരിങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല, നമ്മളിങ്ങനെ വിളിക്കുക. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നു, നമ്മള് ഒരു ക്ലാസ് എടുത്ത് നന്നായില്ല എന്നോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് അവരെ മൈൻഡിലേക്ക് വരണ്ട വെച്ചിട്ട് ഞങ്ങൾ ചാടി കയറി ഫീഡ്ബാക്ക് പറയുന്നതിന്റെ കാരണം അതാ. ഇവരോട് എത്ര ഇവര് പറയുന്നുണ്ട്, അപ്നീസൊക്കെ പറഞ്ഞിരുന്നു, എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളും പറയാറുണ്ട്. പറയണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. ഇതിലാർക്കും ഫീഡ്ബാക്ക് പറയണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റോങ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള സുഹൃത്തിന് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല. ഓക്കെ, ആൻസർ അറിയാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസർ പറയും, അല്ലേ? നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ ആ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ആ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കല്ല, ആക്ച്വലി ആ സുഹൃത്തിനെ നമ്മൾ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഞാനാണ് എന്നെക്കാളും ഉഷാർ എന്നുള്ള ലാംഗ്വേജ് നമ്മൾ അറിയാതെ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരാൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് അവരെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്, സിന്ധു മാമിന്റെ മോക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, എന്നാൽ എന്നും സിന്ധു മാം എന്ത് ചെയ്യാം? മോക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല, എന്നാൽ പിന്നെ ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി കഴിഞ്ഞാൽ ഒരു ദിവസം സിന്ധു മാമിന്റെ അഭാവത്തിലെ ബിരിയാണി ഉണ്ടാക്കാൻ മോക്ക് അറിയില്ല. അതാണ് വിഷയം ഉണ്ടാവുക. ആ പ്രോബ്ലംസിനെ ടെമ്പററി ആണ് സോൾവ് ചെയ്തത്. അതേ സമയത്ത് സിന്ധു മാമിന്റെ മോളെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഒരു തിയറി ഉണ്ട്, ഡെലിഗേറ്റ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. നമ്മളെക്കാളിലും 70% കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യാവുന്ന ആളുകൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ബി മാജിക് ഒരു സമയത്ത് ഇതിന്റെ ലിങ്ക് മുതൽ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തിരുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കരുതാണ് ഇത് അജിഷ മാമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് കരുതി കഴിഞ്ഞാൽ അവർക്ക് എന്നെ പോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ കമ്പനി റൺ ആവുന്നതിന്റെ പിന്നിൽ എന്റെ 20% എഫേർട്ടേ ഉള്ളൂ, ബാക്കി 80% എഫേർട്ട് എന്റെ ടീമിന്റെ. അപ്പൊ ഞാൻ കരുതാണ്, ഇത് ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് കരുതി കഴിഞ്ഞാൽ അത് അവരെ ഏൽപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അവർ അതേപോലെ ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നില്ല. അവർ ഫീഡ്ബാക്ക് തരാൻ കുറച്ച് ലാഗ് ആണെങ്കിൽ അവർ ഒന്ന് പറയട്ടെ, അവർക്ക് ഓപ്പർച്യൂണിറ്റി. തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം. അവർ വന്നിട്ട് അവരെ ഒരു ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ ക്വാളിറ്റി എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡെവലപ്പ് ആകുമ്പോഴല്ല നമ്മൾ ലീഡർ ആവുക, നമ്മുടെ കൂടെ ഉള്ളവർ ഡെവലപ്പ് ആകുമ്പോഴാണ് അയാൾ ഒരു നല്ല ലീഡർ ആവുക. ഓക്കെ, ഒരു ബെസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ ദോസ് ഹൂ മേക്ക് മോർ ലീഡേഴ്സ് ഈസ് ദ ബെസ്റ്റ് ലീഡർ. ഓക്കെ, നമ്മളിൽ ആരാണോ കൂടുതൽ ലീഡേഴ്സിന് ഉണ്ടാക്കുന്നത് അവരാണ് ബെസ്റ്റ് ലീഡേഴ്സ്, ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്നവരല്ല. ഓക്കെ, ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്നവരല്ല ലീഡർ. ആരാണോ കൂടുതൽ ലീഡേഴ്സിന് ഉണ്ടാക്കുന്നത് അവരാണ് ഏറ്റവും നല്ല ലീഡർ എന്ന് പറഞ്ഞത്. എ ലീഡർ പ്രൊഡ്യൂസ് മോർ ലീഡേഴ്സ്. ലീഡർ എന്ത് ചെയ്യും? കൂടുതൽ ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കിയുള്ള ആളുകളൊന്നും ലീവ് ചെയ്തിട്ട് ലീഡേഴ്സ് മാത്രം ഒന്ന് അവിടെ നിൽക്കുമോ? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സേഫ് സാർ. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, safe sir. sir, you can also leave. നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നിങ്ങൾ ഇതായിക്കോളൂ. ലീഡേഴ്സിനോട് കുറച്ച് കാര്യം പറയണം. കേൾക്കുന്നില്ലേ? ടച്ച് ചെയ്യുമ്പോൾ മുകളിൽ റെഡ് വരുന്നുണ്ടാവും, ലീവ് എന്ന് കാണിച്ചാൽ മതി. അത് ടച്ച് ചെയ്താൽ മതി. ഇതിൽ തൊടുമ്പോൾ മുകളിൽ ലീവ് എന്നുണ്ടാവും. സാർ, പ്രീത മാമിന് പകരം ഇന്ന് ഞാനാണ് കേട്ടോ, ജെസ്സി. ശരി, താങ്ക് യു. ഓക്കെ, അപ്പൊ ലീഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ, പറ്റുന്ന ആളുകൾ. ആസ് എ ലീഡർ നിങ്ങളെ കഴിഞ്ഞ 2 വീക്കിലെ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. ലാസ്റ്റ് 2 വീക്ക് പെർഫോമൻസ് ആസ് എ ലീഡർ ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തു. ആറ് 7 പോരട്ടെ, 6. ഓക്കെ, വേറെ 7 6 6 6
ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായാൽ മതി. നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. വേറെ നത്തിങ് മോർ. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. സേവ് സാറിനൊന്നും പറയാനില്ല. ഞങ്ങളെ വിളിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ. എന്തേലൊക്കെ പറയും. വേറെ ഒന്നും പറയല്ല. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വീഡിയോ കോളില് ആണ് സൂം ലിങ്ക് കട്ടായെങ്കിലും ഞങ്ങളത് ചെയ്തു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളന്ന് അനലൈസ് ചെയ്തു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് നിങ്ങളെ ഒരു ഇത് നടത്തുന്ന ഒരു മനുഷ്യന്റെ പ്രോഗ്രസ് ഉണ്ടാവുക പോയി അയാളെ വരുത്തുമ്പോഴാണ്, വേറെ ആളെ വരുത്തുമ്പോഴാണ്. നിങ്ങൾ സ്വയം വിലയിരുത്തുക, എന്നിട്ട് നിങ്ങളാണ് തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളൊക്കെ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ. അഡൽട്ട് എഡ്യൂക്കേഷൻ എൻ്റെ ഡിഫറെന്റ്. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ സിന്ധുമാവിന്റെ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഡിഫറെന്റ്. ഇറ്റ്സ് ആൻ അഡൽട്ട് എഡ്യൂക്കേഷൻ പാർട്ട്. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. Thank you.